എത്ര എളുപ്പത്തിലാണ് മനുഷ്യരെ ചിരിപ്പിക്കാൻ പറ്റുക. പണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞ് കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണ്. ആളുകൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷമൊന്നും ഇല്ലെങ്കിലും ആളുകൾ ചിരിക്കുന്നുണ്ട് നന്നായിട്ട്. വലിയ സങ്കടങ്ങൾക്ക് ഇടയിലും വലിയ ദുരിതങ്ങൾക്കിടയിലും ആളുകളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് പറ്റുന്നുണ്ട്. LDFന്റെ സർക്കാർ ഇനിയും വന്നാൽ അവർ ചെയ്യാൻ പോകുന്നത് പാവങ്ങൾ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കുലർ ഇറക്കുമായിരിക്കും. കാരണം ഈ തോന്നിവാസം കാണിക്കുന്ന മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് നിർബന്ധമായിട്ടും വിളിക്കുന്ന സർക്കുലർ ഇറക്കിയ പോലെ പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഇനി ഉപയോഗിക്കാവൂ എന്ന് കേരളത്തിലെ കിങ് ജോങ് ഉന്നിന്റെ ഉത്തരവ് വരുമായിരിക്കും. ഞാൻ അരുൺകുമാറോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ 50 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളത്തെ സ്വപ്നം കണ്ട് അത് സൃഷ്ടിക്കാൻ വേണ്ടിയാണല്ലോ പണി നടത്തുന്നത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ 50 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് ഭരിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എം വി ഗോവിന്ദന് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ എവിടെ നിന്ന് വന്ന ആളുകളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ 10-30 കൊല്ലക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച നാട്ടിൽ നിന്ന് അവർ ഇവിടേക്ക് വരേണ്ടി വന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ് ഫാസിസ്റ്റം, അടിമത്തം എന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങൾ ഒറ്റ നേതാവിന്റെ ചുറ്റിലും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നില്ല, മനുഷ്യരെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നശിച്ചു പോകണമെന്നല്ല ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് വകതിരിവ് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ പറയുകയാണ് 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളത്തെ സൃഷ്ടിക്കാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് ജാഥ നടത്തിയപ്പോൾ പറഞ്ഞത് നവകേരള സൃഷ്ടി നടത്താനെന്നാണ്. അങ്ങനെ നിങ്ങൾ സൃഷ്ടി നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു. 50 കൊല്ലം കഴിഞ്ഞുള്ള കേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ ജാഥ നടത്തുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞതൊന്നും സച്ചിദാനന്ദന് മനസ്സിലാകാത്ത എന്താ? സാറാ ജോസഫിന് മനസ്സിലാകാത്ത എന്താ? നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ സഖാക്കന്മാർക്ക് മനസ്സിലാകാത്ത എന്താ? നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാർക്ക് മനസ്സിലായെങ്കിൽ 60 വർഷമൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തുടർച്ചയായിട്ട് ജയിച്ചിരുന്ന സീറ്റുകളിലൊക്കെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ നിങ്ങൾ നിരന്തരം തോൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികസനമാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വികസനത്തിന്റെ പേര് സാധാരണക്കാർക്ക് കൊടുക്കുന്ന വികസനം എന്നല്ല, അത് പൗരപ്രമുഖന്മാരെ തീറ്റിപ്പൊറ്റുന്ന വികസനം എന്നാണ്. സാധാരണക്കാർ ഇവിടെ സങ്കടപ്പെട്ട് കഴിയുന്ന സമയത്താണ് നിങ്ങൾ ഈ വലിയ പ്രചരണങ്ങൾ നടത്തുന്നത്.